بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഒത്തുകൂടൽ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. റബ്ബിന്റെ ഹിദായത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് നിർത്തട്ടെ. അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ പറയുന്ന അറിവ് കൊണ്ട് ഈ ഉള്ളവനും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു രണ്ട് ലോകത്തും പ്രയോജനം ചെയ്യട്ടെ. ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഒരു പ്രത്യേക ദിക്റിനെ കുറിച്ചാണ്. നമ്മൾ മുമ്പ് ഇതേക്കുറിച്ചൊരു ക്ലാസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എടുത്തിരുന്നതാണ്. പക്ഷേ അതൊന്നുകൂടി പറയണം എന്ന ഒരു ആവശ്യം വന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും അത് പറയാൻ ആഗ്രഹിക്കാണ്. ആവർത്തന വിരസത ഒരു ബുദ്ധിമുട്ടായി കാണല്ലേ. ഇൽമാണ്, അള്ളാഹു നമുക്ക് കൂലി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ദിക്റുകളാണ് ഈ ലോകത്തെ പിടിച്ചു നിർത്തുന്നത്. ദിക്ർ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. പരാമർശം, ചർച്ച, ഓർക്കുക, അനുസ്മരിക്കുക, പുണ്യം നേടുക, അങ്ങനെ പല അർത്ഥങ്ങളും ദിക്ർ എന്ന പദത്തിലൂടെ വിവക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന്റെ അവസാനം നന്നാവുക എന്നത് ദിക്ർ ചൊല്ലി മരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയലാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതിക തലം അള്ളാനെ ഓർക്കാൻ കഴിയുന്ന എല്ലാത്തിനെയും ദിക്ർ എന്ന് പറയാം. അതൊരു പക്ഷേ സാക്ഷാൽ ദിക്ർ എന്ന് നമുക്ക് ബോധ്യമാകുന്ന രീതിയിലൂടെ മാത്രമാവില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വലാത്തും ദിക്റാണ്, ഖുർആനും ദിക്റാണ്. അള്ളാഹിനെ കുറിച്ച് പറയുന്നതും അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നതുമായ എല്ലാം ദിക്റാണ്. അത് ഒരു തലത്തിൽ നമ്മൾ പ്രവർത്തനങ്ങളിലേക്കും ദിക്ർ എന്ന അവസ്ഥ എത്തും. ചരിത്രങ്ങളിലും ദിക്ർ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് മഹാന്മാരായ പ്രവാചകന്മാരെ ഓർക്ക് എന്ന ആ ചരിത്രവും യഥാർത്ഥത്തിൽ വദ്കുർ ഫിൽ കിതാബ് എന്നാണ് ഖുർആൻ തുടങ്ങുന്നത്. പരിശുദ്ധ ഖുർആൻ വഴി ദിക്ർ ചെയ്യ് എന്ന ദിക്ർ മഹാന്മാരെ ഓർക്കലിലൂടെയും സംഭവിക്കുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ വിശാലമായ ഒരു പ്രതിഭാസമായി തന്നെ നമുക്ക് ദിക്റിനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിന് ഒരു അത്ഭുതം അള്ളാഹു വെച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. ദിക്റിൽ അത്ഭുതങ്ങളുണ്ട്. ദിക്റിൽ ഒരുപാട് മഹത്വങ്ങൾ ഉള്ളതിന്റെ കൂടെ തന്നെ ദിക്റിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രം തന്നെ അതിന് സാക്ഷിയാണ്. വളരെ ഹ്രസ്വമായ ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിശാലമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു തആല നമ്മുടെ ഹൃദയം കൊണ്ട് ദിക്ർ ബോധ്യപ്പെടാൻ ഭാഗ്യം തരട്ടെ. അത് വല്ലാത്തൊരു അറിവാണ്. ദിക്ർ എന്നത് ഹൃദയം കൊണ്ട് ബോധ്യപ്പെടണം. അപ്പോഴാണ് ദിക്ർ നമുക്ക് ഫലം ചെയ്യാം. പഴയ കാലത്തെ കാരണവന്മാര് ആകാശത്തേക്ക് നോക്കിയിട്ട് മഴ പെയ്യുന്നതിനെയും പെയ്യാത്തതിനെയും കുറിച്ച് കാലാവസ്ഥ നിരീക്ഷകരെക്കാൾ കൂടുതൽ ഗൗരവത്തോടുകൂടെ പറയാനും പറഞ്ഞത് പറഞ്ഞ പോലെ കാണപ്പെടാനും കഴിയുന്ന ഒരവസ്ഥയിൽ ജീവിച്ചു. അവരുടെ അക്ഷരാഭ്യാസം വളരെ പരിമിതമാണ്. സാങ്കേതികമായും ആനുകാലികമായും വാർത്താ വിനിമയങ്ങളിൽ അവരിടപെടുന്നത് വളരെ തുച്ഛമാണ്. എന്നാലും അവർ പറഞ്ഞത് ഫലിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ പതിവായി കൃത്യമായി പാരായണം ചെയ്യുന്ന ഒരു ശുദ്ധി നമ്മുടെ നാവിനും നമ്മുടെ വായക്കും ഉണ്ടെങ്കിൽ പറയുന്ന കാര്യം ഫലിക്കും എന്ന് തന്നെയാണ് മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അവരുടെ വാക്കുകൾക്ക് മലക്കുകൾ സാക്ഷിയാവുകയും പ്രാർത്ഥന കൊണ്ട് പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നാണ് മഹാന്മാരുടെ വീക്ഷണം. ആ ഒരു അർഹതയിലേക്ക് നമ്മുടെ നാവിൻ തുമ്പുകളെ അള്ളാഹു എത്തിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ദിക്ർ എന്നത് അള്ളാഹുവിനുള്ള ശുക്റാണ്. ദിക്ർ ഒരു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാവാൻ പാടില്ല. ദിക്റുകൾ പല നിലക്ക് നമുക്ക് കാണാൻ കഴിയും. അംഫാസിയായ ദിക്റുണ്ട്, അൽഫാദിയായ ദിക്റുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം വിശുദ്ധമാകുന്ന അവസ്ഥയിൽ, അയാൾ നന്നാവുന്ന അവസ്ഥയിൽ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ചേരുന്ന അവസ്ഥയിൽ, റബ്ബ് ഇഷ്ടപ്പെട്ട മനുഷ്യനായി തീരുന്ന അവസ്ഥയിൽ അവന്റെ അനക്കവും അടക്കവും എല്ലാം നിൽക്കലും ഇരിക്കലും കിടക്കലും ഒക്കെ ദിക്റാകും.
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ഈ ആയത്തിന്റെ ശേഷം പറയുന്നത് ദിക്റിനെ കുറിച്ചാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കിടക്കുമ്പോഴും ഒക്കെ ദിക്ർ സംഭവിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഓർത്തു പോകുന്നത് മലയാളത്തിലെ വളരെ വിശ്രുതമായ ഒരു പഴയ പത്രം, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സമസ്തയുടെ സമുന്നതനായ നേതാവായിരുന്നു. മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ട് ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഒരു സ്മരണിക എഡിറ്റോറിയൽ പേജിൽ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ മഹാനവറുകളുടെ മാതാവിനെ കുറിച്ച് പറയുന്ന ഒരു വചനം ഞാൻ ഓർത്തു പോവുകയാണ്. മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഉമ്മയുടെ പേര് ബിയുമ്മ എന്നാണ്. അള്ളാഹു അവരുടെയും ഖബർ വെളിച്ചമാക്കട്ടെ. നവ്വറല്ലാഹു മർഖദഹ വ ഖദ്ദസല്ലാഹു സിറഹൽ അസീസ്. മഹ്ദി അവർക്ക് അള്ളാഹു തആല സ്വർഗത്തിന്റെ ആരാമത്തിൽ വസിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആ മഹ്ദി അവരുകളെ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന ചാപ്പനങ്ങാടി ഉസ്താദിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അവരുടെ ഉമ്മയെ പറയും. സ്വാഭാവികമാണത്. ഈസാ നബിയെ പറയുന്നിടത്ത് മറിയം റളിയല്ലാഹു അൻഹയെ പരാമർശിച്ചുകൊണ്ടാണ് ഖുർആൻ പോയിട്ടുള്ളത്. കാരണം ബേസ് അതാണ്. ഉമ്മ വളർത്തിയ മക്കൾക്ക് ഒരു പ്രാധാന്യം തന്നെ ഉണ്ട്. ബിയുമ്മ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പത്രം എഴുതിയത്, അവർ കിടന്നുറങ്ങുമ്പോൾ അവരുടെ ശ്വസന നിശ്വാസ വായുവിന്റെ ശബ്ദവും താളവും യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റായിരുന്നുവത്രേ. ഒരു ബഹുസ്വര സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന പത്ര പേജുകളിൽ പോലും അംഫാസിയായ ദിക്റിനെ കുറിച്ച് ഒരു ചർച്ച വന്നുവെങ്കിൽ അത്ര വലിയ യാഥാർത്ഥ്യം അതിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അംഫാസിയായ ദിക്ർ, ശ്വസന നിശ്വാസത്തിന്റെ കൂടെ ലയിച്ചു വരുന്ന ദിക്ർ. റാത്തീബിലും മറ്റുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഹാ ഹി ഹു ഹൈ. ഇത് യഥാർത്ഥത്തിൽ അംഫാസിയായ ദിക്റിന്റെ ഭാഗമാണ്. ഹാ ഹി ഹു ഹൈ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് അംഫാസിയായ ദിക്റാണ്. നമ്മുടെ നഫസിന്റെ കൂടെ, അതായത് നമ്മുടെ ശ്വസന നിശ്വാസ വായുവിന്റെ കൂടെ അലിഞ്ഞു വരുന്ന ദിക്ർ. ശ്വസനവും നിശ്വാസവും ഒരു മനുഷ്യന് നിലച്ചു പോകുന്നത് മരിക്കുന്ന നേരത്താണ്. മരണം വരെ ദിക്ർ ഒഴിവാകാൻ പാടില്ലാത്ത അവസ്ഥ പോലും മനുഷ്യരിൽ അള്ളാഹു വെച്ചിട്ടുണ്ട് എന്നതാണ് അപ്പൊ ഈ പറഞ്ഞതിനർത്ഥം. ദിക്ർ ഒരിക്കലും ഒഴിവല്ല. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലൊക്കെ മിക്കവാറും ചർച്ച ചെയ്യാറുണ്ട്, ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോഴും നിന്നോടത്തുനിന്ന് മാറുമ്പോഴും ഒക്കെ അല്ലാ എന്ന ഉച്ചാരണത്തെ ഒഴിവാക്കൽ കറാഹത്താണ്. അപ്പൊ അത്രത്തോളം നമ്മുടെ അനക്കത്തിലും അടക്കത്തിലും ശ്വസനത്തിലും നിശ്വാസത്തിലും എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട ഒന്നാണ് ദിക്ർ. ദിക്റിന്റെ കൂടെയാണ് ഫിക്ർ വര. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ ഖൈറും കിട്ടി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് ഒന്ന് ലിസാനുൻ ദാഖിർ, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന ദിക്ർ ചെയ്യുന്ന നാവാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഈ പറയുന്നതും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അള്ളാഹു ദിക്റിലേക്ക് ചേർത്ത് തരട്ടെ. യഥാർത്ഥത്തിൽ ദിക്ർ എന്നത് അള്ളാഹുവിന് ശുക്റാണ്. അള്ളാഹുവിന് ശുക്റാണ്, അള്ളാഹ്ക്ക് നന്ദി ചെയ്യലാണ് ദിക്ർ. അല്ലെങ്കിലും നന്ദി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ നന്ദിയുടെ നാട്ടക്കുറി, അത് ശുക്രിന്റെ നാട്ടക്കുറി, അത് അൽഹംദുലില്ലാ എന്ന ദിക്റാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്ന ദിക്ർ. ദിക്ർ ശുക്ർ എന്ന തലത്തിലേക്ക് എത്തുമ്പോൾ, നന്ദി എന്ന തലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ പ്രതികരണം വളരെ വ്യക്തമാണ്. എന്താ അള്ളാഹുവിന്റെ പ്രതികരണം? ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു, ലഇൻ ശകർതും ലഅസീദന്നകും. ദിക്ർ അള്ളാഹുവിന്റെ പ്രതികരണത്തിലേക്ക് ചേർക്കപ്പെടാണ് ശുക്ർ എന്ന തലത്തിലൂടെ, നന്ദി എന്ന തലത്തിലൂടെ. സ്വാഭാവികമാണ് അള്ളാഹുവിന്റെ പ്രതികരണം. അള്ളാഹുവിന്റെ പ്രതികരണം എങ്ങനെയാ? നിങ്ങൾക്ക് നാം കൂടുതൽ നൽകും എന്നതാണ് അള്ളാഹുവിന്റെ പ്രതികരണം. അപ്പൊ ദിക്ർ ചൊല്ലുന്ന ആൾക്ക് അള്ളാഹു എന്തൊക്കെയോ കൂടുതൽ നൽകുന്നുണ്ട് എന്നത് സ്ഥിരപ്പെട്ടു ഖുർആൻ കൊണ്ട്. ദിക്ർ ചെയ്യുന്ന ആൾക്ക് അള്ളാഹു കൂടുതൽ നൽകും. ഒന്നുകൂടി പറയാം. ഒരു ഹദീസിലുണ്ട്, എന്നെ ആരെങ്കിലും ഓർക്കുമ്പോൾ ഞാൻ അവനെ ഓർക്കുന്നു. ബുഖാരിയിലുണ്ട് ഹദീസ്. എന്നെ ചെറിയ സംഘത്തിൽ ഓർക്കുമ്പോൾ ഞാൻ അവനെ വലിയ അതിലും നല്ല സംഘത്തിൽ വെച്ചുകൊണ്ട് ഓർക്കുന്നു. അള്ളാഹു അവന്റെ അടിമയെ ഓർക്കും. അള്ളാഹനെ ഓർത്താൽ
ദിക്റാണ്. ഇനി കാണാം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യൂ, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഷക്കൂർ ആണ് എന്ന് ഇന്നലെ ഒരു ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങളെ ഞാൻ ഓർക്കും. അള്ളാഹു ഓർത്താ വെറുതെ ആവൂല ഓർക്കരുത്. അള്ളാഹു തരും. ലഇൻ ശക്കർതും ലഅസീദന്നകും, കൂടുതൽ തരും. നമ്മൾ പ്രതീക്ഷിച്ചതും കണക്ക് കൂട്ടിയതും നമുക്ക് ആവശ്യമുള്ളതും അല്ല, അതിൽ കൂടുതൽ തരും. നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ തരുന്നവനല്ലേ അള്ളാഹ്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു കിഡ്നിയുടെ ആവശ്യമുള്ളായിരുന്നു, അവൻ 2 തന്നു. ഒരു കണ്ണുകൊണ്ടും നമുക്ക് കാണാനും ജീവിക്കാനും ഒക്കെ പറ്റും, എന്നാലും 2 തന്നു. ഒരു കാലുള്ളവനും ജീവിക്കുന്നുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ. എത്രയോ സമയം നമ്മുടെ ചില അവയവങ്ങൾ വെറുതെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു കൂടുതൽ തരും. അള്ളാഹുവിന്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ ദിക്ർ അള്ളാഹുവിൽ നിന്നും പലതും നേടാനുള്ള ഒരു മന്ത്രമാണ്. അള്ളാഹുവിൽ നിന്നും പലതും നേടാനുണ്ട്. ദിക്ർ അത്ഭുതമാണ്. പലതരത്തിലുള്ള ദിക്റുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ട്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഒരു വലിയ ദിക്ർ കടന്നു വരുന്നുണ്ട്. ആദ്യം ആ ദിക്ർ ഉച്ചരിച്ച മഹാൻ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണെന്ന് മഹാനായ ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഖസസുൽ അംബിയായിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഏത് ദിക്റാണത്? ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെട്ടപ്പോൾ അലൈഹിസ്സലാം മഹാൻ പറഞ്ഞ ദിക്റുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഈ ദിക്ർ കേട്ടപ്പോഴാണ് ഇബ്രാഹിം നബിയുടെ പിതാവ്, അള്ളാനെ നിഷേധിച്ച പിതാവ്, വിഗ്രഹ ആരാധന നടത്തുന്ന പിതാവ് പറഞ്ഞത്, എല്ലാം കൊള്ളാം, ഏറ്റവും നല്ലത് ഇബ്രാഹിം പറഞ്ഞിട്ട് പറന്നു പോയി തീയിൽ വീണപ്പോൾ ഏതൊരു വാക്കുകളാണ് ഉച്ചരിച്ചത്, ആ വാക്കുകളാണ് ഏറ്റവും മനോഹരമെന്ന് ആസർ പറഞ്ഞുവെന്ന് ഇബ്നു കസീറിന്റെ ഖസസുൽ അംബിയായിൽ നമുക്ക് കാണാൻ കഴിയും. ആ വാക്കാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആ ദിക്റിന്റെ പവറാണ് ആ തീക്കുണ്ടാരത്തിൽ കണ്ടത്. ദിക്റുകൾ അത്ഭുത. ഇതേ ദിക്റിന്റെ പവർ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാളുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ചിൽ ചിൽ ശബ്ദം കേൾക്കും. കഴത്ത സിലാഹ് എന്ന് പറയും അറബിയിൽ. പക്ഷെ ആ ശബ്ദത്തെക്കാളും മികച്ചു നിന്ന മറ്റൊരു ശബ്ദമാണ് ബദറിൽ കേട്ടത്. ബദറിൽ കേട്ട ശബ്ദം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സ്വഹാബികൾ ഈ ദിക്റ കൂടുതൽ ചൊല്ലിയത്. ഖുർആൻ പറയുന്നുണ്ട് ആ വിഷയം. സ്വഹാബികൾ ആ ദിക്ർ ചൊല്ലിയപ്പോഴാ ബദറിലെത്തുന്നതിന് മുന്നേ ചൊല്ലി തുടങ്ങി. ബദറിലെത്തുന്നതിന് മുന്നേ ചൊല്ലി തുടങ്ങി. ദിക്ർ അത്ഭുതമാണ്. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനൻ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സൂറത്ത് ആലുൽ ഇമ്രാനിന്റെ 173-ാമത്തെ ആയത്താണത്. ബദറിൽ അത്ഭുതം സംഭവിച്ച ദിക്ർ ഈ ദിക്റാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അത്ഭുതത്തിന്റെ ദിക്റാണ്. സ്വഹാബികളോട് പറയപ്പെട്ടു, സർവ മനുഷ്യരും നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട് ട്ടോ. നിങ്ങൾക്കെതിരെ സർവ്വ ആളുകളും സംഘടിച്ചിട്ടുണ്ട്. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. നിങ്ങളെ ശരിപ്പെടുത്താൻ എല്ലാരും കൂടിയിട്ടുണ്ട്, തയ്യാറായിക്കോട്ടോ. സ്വഹാബികൾ ഈ വിവരം കേട്ടപ്പോൾ സ്വഹാബികളോട് പറയപ്പെടാണ്, ഫഖ്ശൗഹും. നിങ്ങൾക്കെതിരെ കൂടിയവർ വലിയ സംഘമുണ്ട്, അവരെ നിങ്ങൾ പേടിക്കേണ്ടിയിരിക്കുന്നു. അവർ സർവായുധ വിഭൂഷിതരാണ്, എല്ലാത്തിനും കഴിവുള്ളവരാണ്. ആയുധ അഭ്യാസത്തിലും അതിന്റെ പ്രകടനത്തിലും അവർ മുന്നിൽ നിൽക്കുന്നവരാണ്. വലിയ യോദ്ധാക്കളാണ്, ആരോഗ്യവാന്മാരാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കരുത്തുള്ളവരാണ്. നിങ്ങളോ പട്ടിണി കിടക്കുന്നവരാണ്, അവരെ ഭയക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് സ്വഹാബത്തിന് ധൈര്യം കൊടുത്ത ദിക്ർ അവർ ഉച്ചരിച്ചു. സ്വഹാബികൾക്ക് ധൈര്യം കൊടുത്ത, അവർക്ക് വിജയം കൊടുത്ത ഒരു ദിക്റുണ്ട്, അതങ്ങോട്ട് പറഞ്ഞു. ഏതാ ദിക്ർ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഖാലൂ.
സ്വഹാബത്തിന്റെ മറുപടി ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇതായിരുന്നു സ്വഹാബത്തിന്റെ ദിക്ർ. അല്ലാഹ് മതി ഞങ്ങൾക്ക്, എല്ലാം ഏൽപ്പിക്കപ്പെടാൻ ഏറ്റവും ഉത്തമം റബ്ബിലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ദിക്റിന്റെ അത്ഭുതങ്ങളാണ് ഖുർആനിൽ സൂചിപ്പിച്ചത്. ഇനി കണ്ടോ, ഒരു പ്രവാചകൻ സയ്യിദുന യൂനുസ് നബി അലൈഹിസ്സലാം ചില്ലറക്കാരനല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു അധ്യായത്തിന്റെ നാമം തന്നെ ഈ മഹാനെ അനുസ്മരിച്ചുകൊണ്ടാണ്. ആ മഹാനെ കുറിച്ച് ഖുർആൻ പറയുന്നു, അത്ഭുതങ്ങളുടെ ദിക്ർ ചൊല്ലിയ മഹാനാണ്. وَإِنَّ يُونُسَ لَمِنَ الْمُرْسَلِينَ إِذْ أَبَقَ إِلَى الْفُلْكِ الْمَشْحُونِ فَسَاهَمَ فَكَانَ مِنَ الْمُدْحَضِينَ فَالْتَقَمَهُ الْحُوتُ وَهُوَ مُلِيمٌ فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. സൂറത്ത് സ്വാഫാത്തിന്റെ ആയത്തുകളാണ്. അത്ഭുതം കണ്ട ദിക്റാണിത്. മത്സ്യം വിഴുങ്ങി, ആഴക്കടലിന്റെ ഇരുട്ട്, രാത്രിയാകുമ്പോ പിന്നെയും ഇരുട്ട്, മത്സ്യത്തിന്റെ ഉദരത്തിന്റെ അകത്തും ഇരുട്ട്. 3 ഇരുട്ടുകൾക്ക് സാക്ഷിയാണ് ഈ മനുഷ്യൻ. ഈ ഇരുട്ടുകളുടെ ഗഹ്വരങ്ങളിൽ നിന്നും പുറത്തു വരണ്ടേ? എങ്ങനെ കഴിയും? ഒരു പ്രതീക്ഷയില്ല. ഏത് മത്സ്യമാണ്? ആ മത്സ്യം എവിടെയാണ്? ഇതൊന്നും കണ്ടെത്താൻ ആർക്കും കഴിയാത്ത, സാങ്കേതിക മികവൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ പുറത്തെത്തണം. മത്സ്യത്തിന്റെ വയറ്റിലും ആ മനുഷ്യൻ താമസിച്ചു. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യൂനുസ് നബി അന്ന് തസ്ബീഹ് ദിക്ർ ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ലോകാവസാനം കഴിഞ്ഞ് പരലോകത്തേക്കുള്ള ബഅസ് വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ ആ മനുഷ്യൻ താമസിക്കേണ്ടി വരുമായിരുന്നുവെന്ന് ഖുർആൻ. അത്രയും വലിയ ഒരു തടങ്കൽ ലോകത്ത് ആർക്കും കിട്ടൂല. പുനർജീവിതം വരെ മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടുപോകേണ്ട ഒരു അവസ്ഥയിൽ നിന്നും പുറത്തെത്തിയത് ദിക്ർ കൊണ്ടായിരുന്നുവെന്ന് ഖുർആൻ. അപ്പൊ അത്ഭുതങ്ങൾ ദിക്ർ കൊണ്ട് സംഭവിക്കും. അള്ളാഹു നമ്മുടെ നാവിനതിനുള്ള ഭാഗ്യം തരട്ടെ. അത്ഭുതം സംഭവിക്കും. ഞാൻ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഈ ആമുഖത്തിൽ ദിക്റിന് മഹത്വവും ദിക്റിന് ഒരു പ്രത്യേക ശക്തിയും ഉണ്ട്. അള്ളാഹുവിന്റെ ദിക്റല്ലേ, അള്ളാഹു ഇടപെടുന്നു എന്നൊരു ശക്തി അതിൽ നമുക്ക് ബോധ്യമാകും. അതിനു വേണ്ടിയിട്ട് ആമുഖം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ദിക്ർ ഇതാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ. ഇത് ഒന്നിലധികം പ്രാവശ്യം ചേർത്ത് ചൊല്ലുമ്പോൾ വലാ ഹൗല എന്ന് വാവ് ഒഴിവാക്കാതിരിക്കലാണ് നല്ലത്. ഒരെണ്ണേ ചൊല്ലുന്നുള്ളൂ എങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്നിലധികം ചൊല്ലുന്നുവെങ്കിൽ ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ടെണ്ണവും ഒന്നിലധികം ആകുമ്പോൾ രണ്ടാമത്തത് അതിനോട് ചേർന്ന് വരുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ വാവ് ചേർത്ത് വലാ ഹൗല എന്ന് ചൊല്ലിപ്പോവലാണ് അതിന്റെ ഉത്തമമായ രീതി എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഇനി നോക്കിക്കോ, അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് ത്വലാഖിന്റെ 2-ാമത്തെയും 3-ാമത്തെയും ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലവും ആ ആയത്തും നമുക്കൊന്ന് പരിചയപ്പെടാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് തരട്ടെ. അള്ളാഹുവിനെ ആരെങ്കിലും തഖ്വ ചെയ്ത് ജീവിച്ചാൽ അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. ചെറിയ വർത്താനമല്ല പറഞ്ഞത്. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ച് തഖ്വ ചെയ്ത് ജീവിച്ചാൽ അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. വലിയ ഒരു വർത്താനാണത്. അള്ളാഹ്ക്ക് സൂക്ഷ്മത പുലർത്തിയിട്ട് അള്ളാഹുവിനെ പേടിച്ച് ആരെങ്കിലും തഖ്വയോടുകൂടെ ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, ആ മനുഷ്യന്റെ മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടാവൂല. അവൻ ചെല്ലുന്ന ഇടമെല്ലാം തുറന്നു കൊടുക്കുമെന്ന് ഖുർആൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ കാര്യത്തിനും തടസ്സം. വീടിന് പണി നിർമ്മാണം പൂർത്തിയാവാൻ തടസ്സം, മക്കളുടെ വിവാഹം തടസ്സം. ഇന്നലെയും കൂടി എത്രയോ സഹോദരങ്ങൾ ആ മക്കളുടെ വിവാഹം തടസ്സമാണ് ഉസ്താദേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത്. അള്ളാഹു അവരുടെ മക്കൾക്ക് ഖൈറായ ബന്ധങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ.
എല്ലാം തടസ്സം. ഗൾഫിൽ പോവാൻ തടസ്സം, ജോലി കിട്ടാൻ തടസ്സം, വിവരമില്ലാനിട്ടും വിദ്യാഭ്യാസം പൂർത്തിയാവാനിട്ടാണോ? അല്ല. എത്രയോ വിദ്യാഭ്യാസമുള്ള മക്കള് തടസ്സങ്ങളാണ്. ഓരോ മനുഷ്യ ജീവിതത്തിന്റെയും മുന്നിൽ തടസ്സങ്ങളാണ് എങ്കിൽ തടസ്സം തുറക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച വഴി തഖ്വയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം തടസ്സമാണ്. ആയത്തെന്താ പറഞ്ഞത്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യന് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവന്റെ മുന്നിൽ തടസ്സമില്ലെന്ന് ഖുർആൻ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്ക് കൂട്ടാത്ത ഭാഗത്ത് നിന്നും അവന് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു അവന്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ. അള്ളാഹുവേ, ഈ ദുനിയാവ് അത്രയും എളുപ്പമാക്കി തരാൻ നീ തഖ്വ എന്ന് പറയുന്ന ആ മാസ്മരികമായ ഒരു കാര്യത്തെ മുന്നിൽ വെച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഞങ്ങളുടെ മനസ്സിനും ഞങ്ങളുടെ ഖൽബിനും ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ ആയുസ്സിനും നീ നൽകണം അല്ലാഹ്. ആമീൻ, ആമീൻ, ആമീൻ. കണക്ക് കൂട്ടാത്ത ഭാഗത്ത് കൂടി അള്ളാഹു അത് എത്തിച്ചു കൊടുക്കും. വയർസുഖുഹു, റാസിഖായ അള്ളാഹു അവന്റെ അടിമക്ക് ആവശ്യമുള്ളതൊക്കെ നൽകും. അങ്ങനെ അതിനർത്ഥം. അല്ലാതെ ഭക്ഷണം കൊടുക്കുന്നല്ല. അത് അതിൽപ്പെട്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. റാസിഖായ അള്ളാഹു എന്ത് കൊടുത്താലും അതിന് റിസ്ഖ് എന്ന് പറയാ. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവന്റെ മുന്നിൽ തടസ്സങ്ങളില്ല. ഇനി അവന് ആവശ്യമുള്ളത് അള്ളാഹു മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത ഭാഗത്തു കൂടി കൊണ്ടുവന്ന് കൊടുക്കും. ഇനി കേട്ടോ, വരും വരായകളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ പടച്ചോനത് നോക്കിക്കോട്ടെ, ഞാൻ അതിൽ ആ കാര്യത്തിൽ ഇടപെടുന്നില്ല, അള്ളാഹ്ക്ക് വിട്ടു ഞാൻ. അങ്ങനെ ഉണ്ട്. നമുക്ക് ചില സമയത്ത് ചില പ്രയാസങ്ങൾ ചിലരിൽ നിന്നുണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്ഷമിക്കും. എന്തേ അയാളൊന്നും പറയണില്ല, അങ്ങനെ അയാൾ അങ്ങനെ പറഞ്ഞിട്ട് എന്തോന്നും മിണ്ടാത്ത, ഞാനത് അള്ളാഹ്ക്ക് വിട്ടു, അള്ളാഹുവിന് വിട്ടു. ഞാൻ അതിന് ചോദിക്കാൻ നിന്നാൽ എനിക്ക് കൂലി കിട്ടൂല. അള്ളാഹുവിന് വിട്ടു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിച്ചു വിടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫഹുവ ഹസ്ബുഹു, വൃത്തിയായി അള്ളാഹു ആ കാര്യം നോക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വൃത്തിയായി അള്ളാഹു ആ കാര്യം നോക്കും. ഹസ്ബ് എന്ന് പറഞ്ഞ ആ പദത്തെ ചേർത്ത് വെച്ചതാണ് ഹസ്ബുനല്ലാഹ്. ഫഹുവ ഹസ്ബുഹു, അള്ളാഹു ആ കാര്യം നോക്കും. ഈ ഹസ്ബാണ് ഇബ്രാഹിം നബി പറഞ്ഞ ഹസ്ബുനല്ലാഹ്. ഏറ്റവും വലിയ തവക്കുൽ ഏതെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബിയുടെ തവക്കുലാണ്. 50 ദിവസം ജ്വലിച്ചു നിന്ന ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ തീനാളത്തിന്റെ ചൂട് പോലും സുരക്ഷിതത്വമുള്ള തണുപ്പാകും വിധം അള്ളാഹു മാറ്റിയെങ്കിൽ വൃത്തിയായി അള്ളാഹു അത് നോക്കി എന്നാണ് അതിനർത്ഥം. ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. എല്ലാ കാര്യത്തിനും അള്ളാഹു ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. അത് അള്ളാഹു കൃത്യമായി പൂർത്തീകരിക്കും. ഈ ആയത്ത് മൊത്തത്തിൽ ഇതാണ് അർത്ഥം. പടച്ചോനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു മുന്നിലെ തടസ്സങ്ങൾ മാറ്റിത്തരും. വിചാരിക്കാത്ത ഭാഗത്തു കൂടി ആവശ്യമുള്ളതൊക്കെ അള്ളാഹു തരും. ഇതാണല്ലോ ആയത്ത്. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം കേട്ടോ. ഈ ആയത്തിറങ്ങുന്നത് മഹാനായ ഇമാം ഇബ്നു അജീബ തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥമായ അൽ ബഹറുൽ മദീദിൽ ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം പറയുന്നുണ്ട്. മറ്റും മുഫസ്സിരീങ്ങൾ ഇത് പറയുന്നുണ്ട്. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം കേട്ടോ. റുവിയ അന്നഹാ നസലത്ത് ഫി ഔഫ് ഇബ്നു മാലിക് അൽ അസ്ജഈ റളിയല്ലാഹു അൻഹു. ഈ ആയത്ത് അവതരിക്കുന്നത് മഹാനായ ഔഫ് ഇബ്നു മാലിക് അൽ അസ്ജഈ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ വിഷയത്തിലാണ്, വ്യക്തിപരമായ കാര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്ന സാഹചര്യം. അതാണ് എന്താ സംഭവം? അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. ആ മകനാണ് കുടുംബത്തിന്റെ വരുമാനം. അങ്ങനെ ഉണ്ടല്ലോ, കുടുംബം നോക്കണം ചില മക്കളുണ്ട്. ഈ മകൻ ഒരിക്കൽ ഒരു നാട്ടിൽ ബന്ധിയായി പിടിക്കപ്പെട്ടു. കുറ്റമൊന്നും ചെയ്ത് കൊണ്ടല്ല, എങ്ങനെയോ അവിടെ ഒരു തടവ് പുള്ളിയായിട്ട് പിടിക്കപ്പെട്ടു. എന്തെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുങ്ങി തടവ് പുള്ളിയായിട്ട് പിടിക്കപ്പെട്ടു. ഈ മകനാണ് ആ കുടുംബത്തിന്റെ വരുമാനം, ആ കുടുംബത്തിന്റെ ആകെയുള്ള ആശ്രയത. കുറച്ചു ദിവസം കഴിഞ്ഞു, മകനെ കുറിച്ചൊരു വിവരമില്ല.
കുടുംബത്തിലേക്കുള്ള വരുമാനം നിലച്ചു. മകൻ എന്ത് സംഭവിച്ചു എന്ന അന്വേഷണത്തിൽ ബന്ധിയായി പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് ഒരു നാട്ടുകാർ. അദ്ദേഹത്തിന്റെ വരുമാനങ്ങളൊക്കെ നിന്നു, ജീവിതം പ്രയാസമായി. മഹാനായ സഹാബി ഔഫ് ബിൻ മാലിക് അൽ-അസ്ജഈ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്റെ വരുമാനവും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഒക്കെ മുടക്കം വന്നു. വല്ലാത്ത സങ്കടത്തിലായി. സങ്കടം വന്നാൽ എവിടേക്കാ പോകാ? സഹാബിയുടെ സങ്കടം തീർക്കാൻ എവിടേക്ക് പോകണം? ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വന്ന് ഫശക്കാ. സഹാബി പരാതി പറഞ്ഞു. ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്നല്ലേ പറയാ? നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയിലേക്ക് ഞാൻ പരാതി പറയാണ്. കേൾക്കാനിരിക്കാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവിടുത്തെ റുഫഖായിൽ നമ്മെ ചേർക്കട്ടെ. ആമീൻ ആമീൻ ആമീൻ. വന്നുകൊണ്ട് പറഞ്ഞു ഹബീബിനോട്, ഫശകാദാലിക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ഫഅമറഹു ബിത്തഖ്വ. നേരത്തെ ആയത്തിൽ പറഞ്ഞ തടസ്സങ്ങളൊക്കെ തട്ടിമാറ്റാൻ, തടസ്സങ്ങൾ മുന്നിൽ നിന്ന് ഒഴിവാവാനും ആവശ്യമുള്ളത് എത്തിച്ചു തരാനും തഖ്വ ചെയ്താൽ മതി എന്നാ പറഞ്ഞത് ഈ ആയത്ത്. നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, മോനെ, നീ തഖ്വ കൊണ്ട് ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പൊ നിലവിൽ ഉണ്ട് തഖ്വ, എന്നാലും കുറച്ചും കൂടി ആവാം. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിലക്കിയതൊന്നും ചെയ്യൂല, അള്ളാഹു ചെയ്യാൻ പറഞ്ഞതും അള്ളാഹുവിന് ഇഷ്ടമുള്ളതും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് തഖ്വ. ഇതിൽ ആദ്യം പറഞ്ഞതിനാ പ്രയാസം. അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കല പ്രയാസം. തഖ്വയുടെ ഈ രണ്ട് ദളങ്ങളിൽ, ഈ രണ്ട് തലങ്ങളിൽ ആദ്യം പറഞ്ഞതിനാ പ്രയാസമെന്ന് മഹാന്മാരായ തസൂഫിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പടച്ചോൻ ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാതിരിക്കാനുള്ളതാണ് ഏറ്റവും വലിയ ശ്രമം. അത് ഭയങ്കര ശ്രമകരമായ കാര്യം. മോനെ, തഖ്വ ഒന്നുകൂടി പുനഃപരിശോധിക്കണം, കുറച്ചുകൂടി ഉഷാറാക്കണം തഖ്വ. മാത്രവുമല്ല, അത്ഭുതത്തിന്റെ ദിക്ർ പറയാൻ പോവാ. ഇനി ദിക്റാണ് വേണ്ടത്, അള്ളാഹുടെ സഹായം കിട്ടുന്ന ദിക്ർ. അക്സിർ മിൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ സ്വഹാബിയോട് പറഞ്ഞത് ഇത്രയുമാണ്, നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നീ വർദ്ധിപ്പിക്കുമോനെ. എത്ര ചൊല്ലുന്നുവോ അത്രയും ചൊല്ലിക്കോ. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് മറ്റു റിവായത്തിലുണ്ട്, നമ്മൾ അങ്ങനെ ചൊല്ലിയാൽ മതി. സ്വഹാബിയോട് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് അങ്ങോട്ട് പരമാവധി വർദ്ധിപ്പിച്ചോ. മകന്റെ കാര്യല്ലേ, അത് അള്ളാഹു നടത്തി തരും. കുറച്ചു കാലേ അങ്ങനെ ചൊല്ലേണ്ടി വന്നോളൂ. അപ്പോഴേക്കും വലതുഹു, അദ്ദേഹത്തിന്റെ മകൻ നിഷ്പ്രയാസം വീട്ടിലേക്ക് നടന്നു വന്നു, തിരിച്ചെത്തി. മോൻ ഇന്തലക്ക എന്തലിക്കു എന്ന് പറഞ്ഞാൽ സരളമായി സഞ്ചരിക്കാന്ന, വളരെ എളുപ്പത്തിൽ മോൻ തിരിച്ചെത്തി. മാത്രവുമല്ല, ഇതുവരെ അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടവും വരുമാനവും ഒക്കെ, വരുമാനത്തിൽ ഇല്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചു. മകൻ ഇപ്പൊ തിരിച്ചു വന്ന ശേഷം അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില വല്ലാതെ മെച്ചപ്പെട്ടു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ടത് മകൻ വന്നതിന്റെ പേരിൽ മാത്രമല്ല, ഈ ലാ ഹൗലയുടെ അത്ഭുതവും കൂടിയായിരുന്നു. ലാ ഹൗലയിലെ സാമ്പത്തികം ഉണ്ടാവുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. അപ്പൊ ഏതായാലും ഈ ദിക്റിന്റെ അത്ഭുതം ഇങ്ങനെയാണ്. ഇനി കേട്ടോ മറ്റൊരു സംഭവം, ഒരു ഹദീസ് കണ്ടോ. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ് കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാണ്. മഹാനായ അനസ് ബിൻ മാലിക് തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി. ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണെങ്കിൽ, പ്രത്യേകിച്ച് ആണുങ്ങൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നുവെങ്കിൽ ആണുങ്ങളെ, ഫഖാല, ആ പുറത്തേക്ക് പോകുന്നവൻ പറഞ്ഞ് ശീലിക്കണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ ചൊല്ലിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും പോവാനെങ്കിൽ, ജോലിക്ക് പോകുന്നു, വാഹനം ഓടിക്കാൻ പോകുന്നു, കടയിൽ പോകുന്നു, മറ്റു വർക്കിന് പോകുന്നു, ഗൾഫിന് പോകുന്നു, ഒരുപാട് യാത്രകൾ, വീടിന്റെ പടിവാതിൽ കടന്ന് അപ്പുറത്തേക്ക് യാത്ര ചെയ്ത് പോകേണ്ടോടത്ത് മുഴുവൻ ഈ ദിക്ർ ചൊല്ലാൻ നിങ്ങൾ ശീലിക്കണമെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഏത് ദിക്റാണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ ശീലിക്കുക. ഒന്നുകൂടി പറയാം, ഏത് ദിക്റാണ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോ ചെയ്യേണ്ട ദിക്ർ, ചൊല്ലേണ്ട ദിക്ർ? ശൈത്താന്റെ ഒരു തൊടലും സ്പർശനവും നമ്മുടെ നേരെ വരില്ല, നമ്മുടെ എല്ലാ തടസ്സവും മാറും. ഈ ദിക്ർ ചൊല്ലിയാൽ മതി, ഒരു വട്ടം ചൊല്ലിയാൽ മതി, മനസ്സിൽ തട്ടി ചൊല്ല, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ ചൊല്ലിയിട്ട് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ
ആ സമയത്ത് ഹബീബ് പറയാണ്, യുഖാലു, മലക്കുകൾ വിളിച്ചു പറയും, ഹീനയിദിൻ ഹുദീതാ വകുഫീതാ വവുഖീതാ. ഓ, ആ മനുഷ്യന് ഹിദായത്ത് കിട്ടി, ആ മനുഷ്യന്റെ വഴി തെളിഞ്ഞു, ആ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ കാര്യങ്ങളൊക്കെ നടത്തപ്പെട്ടു. വകുഫീത, അവന്റെ എല്ലാ കാര്യം നടന്നു കഴിഞ്ഞു. ഈ ദിക്റും ചൊല്ലി ഇറങ്ങിയവനല്ലേ. വവുഖീത, അപകടങ്ങളും പൈശാചികമായ പ്രയാസങ്ങളും അവനെ സ്പർശിക്കാതെ അള്ളാഹുവിന്റെ കാവലുമുണ്ട് ആ മനുഷ്യന്. ഇങ്ങനെ മലക്കുകൾ പറയും അത്രേ. ഏതാ ദിക്ർ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇത് ചൊല്ലിക്കോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ സമയത്ത് അവന്റെ നേരെ വരുന്ന എല്ലാ പിശാചുക്കളും അകന്നു പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം അബൂദാവൂദിന്റെ സുനനിലുണ്ട്. ശൈത്താന്മാരെല്ലാവരും അകന്നകന്നോടും. ആ സമയത്ത് ഓടിപ്പോകുന്ന ഒരു ശൈത്താനെ വേറെ വഴിക്ക് വരുന്ന ഒരു ശൈത്താൻ കാണും. അപ്പൊ ശൈത്താൻ ചോദിക്കും, ഫയഖൂലു ശൈത്താനുൻ ആഖറു കൈഫ ലക ബിറജുലിൻ, അല്ല നീ ഇന്ന് ഇന്നാലിന്ന ആളുടെ കൂടെ പോകേണ്ട ആളല്ലേ, നിന്റെ ഡ്യൂട്ടി ഇബ്ലീസ് എന്ന് പറയുന്ന നമ്മുടെ നേതാവ് ഏൽപ്പിച്ചെന്നത് ഇന്നാലിന്ന ആളുടെ കൂടെ നീ പോകണം എന്ന ഡ്യൂട്ടി അല്ലേ, എന്തേ ആ മനുഷ്യന്റെ കൂടെ നീ പോവാതിരുന്നത് എന്ന് മറ്റേ ശൈത്താൻ ചോദിക്കുമ്പോ പറയും, ആ മനുഷ്യൻ ലാ ഹൗല ചൊല്ലി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് ഇറങ്ങിയ മനുഷ്യനാ, ഞാൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് എങ്ങനെ പോവാനാണെന്ന് ഈ ശൈത്താൻ തിരിച്ചു പറയും. ഖദ് ഹുദിയ വ കുഫിയ വ വുഖിയ, നിനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് നിനക്ക് അറിയാലോ, എന്നാ നീ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞ് മറ്റേ ശൈത്താൻ ഈ ശൈത്താനെ ആശ്വസിപ്പിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രത്തോളം ഈ ലാ ഹൗല എന്ന ദിക്റിന്റെ പവർ അങ്ങനെയാണ്. ഇനി കണ്ടോ, മറ്റൊരു സംഭവം പറയാം. ഇതിന്റെ എണ്ണം ഞാൻ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒന്ന് രണ്ട് ഹദീസുകളോട് സൂചിപ്പിക്കാം. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നടത്തിയ ഒരു ഉപദേശം അല്ല ഇത്. ഔസാനി ഖലീലി എന്നാ പറഞ്ഞത്. നബി തങ്ങളെ കുറിച്ച് ഖലീൽ എന്ന പേര് ചേർത്ത് പറയണമെങ്കിൽ അത്രയും ഹൃദയം സ്പർശിച്ചിട്ടുള്ള ഒരു ഉപദേശം നബി തങ്ങൾ കൊടുത്തത് കൊണ്ടും ആ പറഞ്ഞു കൊടുത്ത ഉപദേശം നബിയെ ഓർക്കുന്നോടത്ത് വലിയ ഇഷ്ടം പ്രതിനിധാനം ചെയ്യും വിധം ഒരു അനുഭവമായി മാറിയത് കൊണ്ടുമാണ് അബൂദർ റളിയല്ലാഹു അൻഹു ഈ പ്രയോഗം നടത്തിയത്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ ഉപദേശം കൊടുത്തു, അല്ലെങ്കിൽ വസിയത്ത് കൊടുത്തു. വസിയത്ത് എന്നത് സാധാരണ ഉപദേശമല്ല, ഒരാളുടെ ആത്മാവിൽ സ്പർശിച്ചിട്ടുള്ള ഉപദേശമാണ്. മരണനേരത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് വസിയത്ത് എന്ന് പറയാം. അതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്റെ ഹബീബ് എനിക്ക് തന്നത് വസിയത്ത് പ്രാധാന്യത്തിൽ 7 കാര്യങ്ങൾ ഉപദേശമായി തന്നു. ആ 7 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഒന്നാമത്തെ കാര്യം, എന്റെ ഹബീബ് എന്നോട് വസിയത്തായി കൽപ്പിച്ചതാ മറനിയൻ അൻളുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി. ഒന്നാമത്തെ കാര്യം അതാണ്. ഏത് കാര്യത്തിലും ഞാൻ ചിന്തിക്കുമ്പോൾ ദീനിന്റെ കാര്യത്തിലാണ് എങ്കിൽ എന്നേക്കാൾ മുകളിലുള്ളവനെ ഞാൻ ആലോചിക്കണം. അവനെ പോലെ ഞാനായില്ലല്ലോ. ദുനിയാവിന്റെ കാര്യത്തിലാണ് എങ്കിൽ എന്നേക്കാൾ താഴെയുള്ളവനെ ഞാൻ ആലോചിക്കണം. ഇങ്ങനെ ഒരു ഉപദേശം അള്ളാഹുവിന്റെ ഹബീബ് എനിക്ക് ഒന്നാമതായി തന്നു. രണ്ടാമതായി എനിക്ക് തന്നത് വ അമറനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനൂവ മിൻഹും, സമൂഹത്തിലെ പാവങ്ങളെ സ്നേഹിക്കണമെന്നും അവരോട് ചേർന്ന് നിൽക്കണമെന്നും എന്റെ ഹബീബ് എന്നോട് കൽപ്പിച്ചു. മൂന്നാമത് എന്നോട് പറഞ്ഞത് അല്ലാ അസ്അല അഹദൻ ശൈആ, ആത്മാഭിമാനം കളഞ്ഞുകൊണ്ട് ഒരാളുടെ മുന്നിലും യാചിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞു. നാലാമത് എന്നോട് പറഞ്ഞത് വ അമറനി അൻ അസില റഹ്മാ വ ഇൻ ഉദ്ബിർത, എന്നെ ഇങ്ങോട്ട് പിണങ്ങിയാലും കുടുംബ ബന്ധം ഞാനായിട്ട് അങ്ങോട്ട് പോയി മുറിച്ച് കളയല്ലേ എന്ന് എന്നോട് എന്റെ ഹബീബ് പറഞ്ഞു. ഞാൻ കുടുംബ ബന്ധം ഇങ്ങോട്ട് പിണങ്ങിയവനോടും നിലനിർത്തി പോവണമെന്ന് എന്നോട് പറഞ്ഞു. അഞ്ചാമത് എന്നോട് പറഞ്ഞത് അന്നഖൂലൽ ഹഖ്ഖ വ ഇൻ കാന മുർറ, ഏത് പ്രതികൂല സാഹചര്യത്തിലും എത്ര കൈപ്പേറിയ അവസ്ഥയിലും സത്യം മാത്രമേ ഞാൻ പറയാവൂ എന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആറാമത് എന്നോട് പറഞ്ഞത് വ അമറനി അല്ലാ യഖുദനി ഫില്ലാഹി ലൗമത്തുലായിം,
അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്നെ ഒരാൾ കുറ്റം പറഞ്ഞാൽ, പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി നീ ചെയ്ത കാര്യത്തിൽ കുറ്റം പറഞ്ഞാൽ അതിൽ വിഷമിക്കേണ്ട എന്നും എന്നോട് പറഞ്ഞു. ഏഴാമത് എന്നോട് പറഞ്ഞത് വ അമറനി അൻ ഉക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ പരമാവധി കൂടുതൽ ചൊല്ലാൻ എന്നോട് പറഞ്ഞു. കാരണമുണ്ട് മോനെ, ഫഇന്നഹാ മിൻ കൻസിൽ ജന്നാ, ലാ ഹൗല എന്ന ദിക്റുണ്ടല്ലോ അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ദിക്ർ പരമാവധി ചൊല്ലാൻ എന്നോട് പറഞ്ഞു. അതിന്റെ കോഴ്സ് 100 എണ്ണമാണ്. ഒരു കോഴ്സ് 100ആണ്. ആ ഒരു കോഴ്സ് ആകെ 100 ഉള്ളൂ. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു കോഴ്സ് പൂർത്തിയാക്കാന്നല്ല അതിനർത്ഥം. പരമാവധി ചൊല്ലാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 10 പ്രാവശ്യം എങ്കിലും ഈ 100 എന്ന കോഴ്സ് പൂർത്തിയാക്കിയാൽ, അതായത് 1000 എങ്കിലും ചൊല്ലാൻ പറ്റിയാൽ, 1000 ഒക്കെ ചൊല്ലുന്ന ആളുകൾ ധാരാളം ഉണ്ട് കേട്ടോ. ഒരിക്കൽ ഈ വിഷയ സംബന്ധമായി സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 1000 അതിൽ കൂടുതലും ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഒരു കോഴ്സ് ഇത് 100 എണ്ണമാണ്. ഈ ദിക്ർ 100 എണ്ണമാണ് ഒരു കോഴ്സ്. അത് 100 എണ്ണമെങ്കിലും നമ്മൾ ചൊല്ലുമ്പോഴാണ് ഈ വർദ്ധിപ്പിക്കൂ എന്ന ഹദീസിലൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വർദ്ധിപ്പിക്കലിൽ എത്തുകയും അത് മുഖേന പറഞ്ഞിട്ടുള്ള ഗുണം കിട്ടുകയും ചെയ്യണമെങ്കിൽ 100 എണ്ണമെങ്കിലും നമ്മൾ ചൊല്ലിയിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1-2 ഹദീസും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാണ്. സ്വർഗത്തിന്റെ നിധിയാണത്. ആ ഒരു പ്രാധാന്യവും കൂടി അതിനോടൊപ്പം നമ്മുടെ മനസ്സിലുണ്ടാവണം. മഹാനായ ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ഒരു ഹദീസ്. ആ ഹദീസ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ വിലയുള്ള ഹദീസാണ്. സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ പമ്പ കടക്കും. അത്രത്തോളം വലിയ പ്രാധാന്യം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്റിന്റെ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ ഹദീസ്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال لي رسول الله صلى الله عليه وسلم أكثر من قول لا حول ولا قوة إلا بالله فإنها كنز من كنوز الجنة. മഹാനായ മക്ഹൂൽ തങ്ങൾ സ്വഹാബിയായ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് നിവേദനം. മഹാനവറുകൾ പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞത് ലാ ഹൗല വർദ്ധിപ്പിക്കണമെന്ന്. കാരണം ലാ ഹൗല സ്വർഗത്തിന്റെ നിധിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അബൂ ഹുറൈറ തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യുന്ന മക്ഹൂൽ തങ്ങൾ പറയാണ്. ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യവും കൂടി ചേർത്ത് പറയുന്നു. قال مكحول فمن قال لا حول ولا قوة إلا بالله ولا منزا من الله إلا إليه. ഇതുകൂടി ചേർത്ത് പറയാണെങ്കിൽ വലാ മൻസാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി എന്നത് കൂടി ചേർത്ത് പറഞ്ഞാൽ അപ്പോൾ ആ ദിക്റിന്റെ രൂപം ഇങ്ങനെയായി. എങ്ങനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി വലാ മൻസാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി. ഇങ്ങനെ ആ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ കസഫ അൻഹു 70 ബാബം മിനൽ ദുർരി, എടങ്ങേറിന്റെ 70 വാതിൽ അല്ലാഹു അവന്റെ നേരെ കൊട്ടി അടയ്ക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയിൽ നിന്ന് നിവേദനം. അദ്നാഹുന്നൽ ഫഖറു, അല്ലാഹു നമ്മുടെ മുന്നിൽ കൊട്ടി അടയ്ക്കുന്ന എടങ്ങേറിന്റെ 70 കവാടത്തിലെ ഏറ്റവും ചെറിയ കവാടം അത് ദാരിദ്ര്യത്തിന്റെ കവാടമാണെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇമാം തുർമുദി ജാമിഉൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് ആ ദിക്ർ അപ്പൊ ഇങ്ങനെ ചേർത്ത് പറയണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി വലാ മൻസാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി എന്ന് ചേർത്ത് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി മറ്റൊരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ ആ ഹദീസ് കാണാം. മഹാനായ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് തന്നെ നിവേദനം റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ആരെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലിപ്പോന്നാൽ അതിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 100 എന്നത് തന്നെ ഹദീസിലുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഏതായാലും ലാ ഹൗല ഒരാൾ ചൊല്ലൽ പതിവാക്കിയാൽ കാന ദവാഅം മിൻ 99 ദാഅൻ ഐസറുഹൽ ഹമ്മു, ഒരാൾക്ക് ഈ ലാ ഹൗല പതിവുണ്ട് എങ്കിൽ ആ ലാ ഹൗല കൊണ്ട് 99 രോഗങ്ങൾക്കും അല്ലാഹു മരുന്ന് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം പറഞ്ഞത് എന്താ? ലാ ഹൗല കൊണ്ട് 70 എടങ്ങേറിന്റെ കവാടം കൊട്ടിയടയ്ക്കും. ഇപ്പൊ പറയുന്നു
99 രോഗത്തിന് മരുന്നാണ്. ഏറ്റവും ചെറിയ രോഗം, അതിൽപ്പെട്ട ഏറ്റവും ചെറിയ രോഗം അത് ടെൻഷനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ടെൻഷൻ മാറാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. ലാ ഹൗല 100 ചൊല്ലിയാൽ മതി, മാറിക്കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 99 രോഗത്തിൽ ഏറ്റവും ചെറുത് ടെൻഷനാണ്. നമ്മെ സംബന്ധിച്ച് ഇന്ന് കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയ രോഗം ടെൻഷനാണ്. ടെൻഷൻ മറ്റു രോഗങ്ങളെ കൊണ്ടുവരാണ്. അവസാനിപ്പിക്കുന്നു. ലാ ഹൗലയുടെ കോഴ്സ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് 100 എന്ന എണ്ണമാണ്. ആ ഇബാറത്ത് തബറുക്കിന് വേണ്ടി ഞാൻ ഉദ്ധരിക്കുകയാണ്. ഇമാം സർഖാനിയുടെ ശറഹ് സർഖാനിയിൽ ആ ഹദീസ് നമുക്ക് കാണാം. അൻ നബി മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി 100 മറത്തിൻ ഫീ കുല്ലി യൗമിൻ ലം യുസിബഹു ഫഖറുൻ അബദാ. ഒരാൾക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ 100 പതിവാണ് എങ്കിൽ ആ മനുഷ്യനൊരിക്കലും സാമ്പത്തിക പ്രയാസം ബാധിക്കൂല. അവന്റെ കുടുംബത്തിൽ സാമ്പത്തികം വന്നു ചേരുകയാണ്. ദാരിദ്ര്യത്തിന്റെ കവാടം കൊട്ടിയടക്കപ്പെട്ടു, ബറക്കത്തിന്റെ കവാടം തുറന്നു കിട്ടി. ഈ ദിക്ർ 100 വട്ടം ദിവസവും ചൊല്ലുക. ആണുങ്ങളും പെണ്ണുങ്ങളും ചൊല്ലുക, കുട്ടികളും മുതിർന്നവരും ചൊല്ലുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. ജീവിതത്തിൽ പകർത്താൻ കേട്ടവർക്കും പറഞ്ഞവർക്കും അള്ളാഹു ഭാഗ്യം തരട്ടെ.